ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അധികം എണ്ണ കുടിക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം പൂരി പലർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന പൂരിയുടെ ഒരു റെസിപ്പീൻ്റെ മെത്തേഡാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. പൂരീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സാധാരണ സിമ്പിളായിട്ട് ബേസിക്കായിട്ട് ഞാൻ ചെയ്യുന്ന പൂരീൻ്റെ റെസിപ്പിയാണ്. ഞാൻ പല മെത്തേഡ്സിലും പൂരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള പൂരീൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു പൂരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലുള്ള ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. നമ്മൾ വെളിച്ചെണ്ണ പോലെയുള്ള ഓയിലുകളൊന്നും ഇതിൽ ഉപയോഗിക്കരുത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നമ്മളിതിൽ ചേർത്ത് ചേരുവകളെല്ലാം തന്നെ പൊടിയുടെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് മിക്സായി വരണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളവും യൂസ് ചെയ്യേണ്ട, എന്നാൽ തീരെ ചൂടില്ലാത്ത പച്ചവെള്ളവും വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണല്ലോ ആ റവയൊക്കെ പെർഫെക്റ്റായിട്ട് വെള്ളത്തിൽ നല്ലോണം സോഫ്റ്റായി സോക്കായി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡോ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവയുടെ തരികളൊന്നും തന്നെ ഈ ഡോയിൽ കാണാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് കുറച്ച് കട്ടിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ സോഫ്റ്റ്നെസ്സിലല്ല, കുറച്ചൊരു കട്ടിക്ക് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അല്പം ഓയിൽ അതിൻ്റെ മുകളിൽ നിന്ന് തടവി കൊടുക്കാം. നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൂരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്ക് ഏകദേശം മാക്സിമം അരമണിക്കൂർ, അതിൽ മുന്നേ തന്നെ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൂരിയുടെ വലുപ്പത്തിലുള്ള, അതായത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് ചപ്പാത്തിയുടെ വലുപ്പത്തിലും എടുക്കണ്ട, എന്നാൽ ഒരുപാട് ചെറിയ ബോൾസും ആക്കിയിട്ട് നമ്മളിത് എടുക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവലിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യം തന്നെ ബോൾസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പൂരിയുടെ ഒരു കറക്റ്റ് സൈസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ബോൾസൊക്കെ ആക്കി എടുക്കുന്നത്. അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പത്തിരി പ്രസ്സോ അല്ലെങ്കിൽ പൂരി പ്രസ്സോ ഏതായാലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ പൂരി പ്രസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഓയിൽ തടവിയിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ല ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കേട്ടോ നമ്മുടെ ആ ഒരു പത്തിരി ഉണ്ടായിരിക്കേണ്ടത്. കാരണം ഒരുപാട് തിന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരില്ല. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പൊങ്ങി വരുന്ന സമയത്ത് അത് ഹോൾസ് വീണിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ എണ്ണയൊക്കെ കുടിക്കും. അതുപോലെ കട്ടിയായിട്ടും വരാൻ പാടില്ല. അപ്പോൾ മാവിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയിലായിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് പ്രസ് ചെയ്ത് വരുമ്പോൾ ഒരു തിക്നെസ്സിൽ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഞാനിത് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പലകയിൽ വെച്ച് പരത്തിയിട്ട് ചെയ്യുന്നവർക്കും ചെയ്തെടുക്കാം. പക്ഷെ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പരത്താൻ നോക്കുക. അതിൻ്റെ കട്ടി കറക്റ്റായിട്ട് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രസ്സിങ്ങിലാണ് അതിൻ്റെ ആ ഒരു പരത്തുന്നതിലാണ് പൂരിയുടെ ആ പെർഫെക്ഷനും ഇരിക്കുന്നത്, പൊന്തി വരുന്നത് മെയിനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പം എണ്ണ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ടാവണം. അതിലേക്കാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മാവ് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ പത്തിരി പരത്തി ഉടനെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അല്ലാതെ പുറത്ത് വെച്ച് ഡ്രൈ ആവാനൊന്നും നിൽക്കരുത്. അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് എല്ലാ സൈഡും ഒന്ന്
മൊരിയിച്ചെടുക്കണം. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ മാവിൻ്റെ കട്ടി നമ്മൾ അത്യാവശ്യം നല്ല കട്ടിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പരത്തുന്നതും നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ഡോ അതാണ് പത്തിരിയാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് നൈസാക്കാനും പാടില്ല. പിന്നെ തീ നല്ല കൂട്ടിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. നമ്മൾ പൂരിയൊക്കെ വെളിച്ചെണ്ണയിൽ പൊരിച്ചാലൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല, മടുപ്പായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓയിലാണ് പൊരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അളവ്, അതായത് മാവിൻ്റെ അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അളവ്, മൈദപ്പൊടീൻ്റെ അളവും അതുപോലെ തന്നെ ആട്ടപ്പൊടീൻ്റെ അളവും കറക്റ്റ് റേഷ്യോയിൽ തന്നെ എടുക്കുക. പിന്നെ കുഴയ്ക്കുന്ന വെള്ളം ഒരുപാട് കൂടി പോകണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കട്ടിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പൂരിൻ്റെ ബാജിക്കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.